എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ ഒരിടത്ത് ഒരു പഴയ ഫാക്ടറിക്ക് തീ പിടിച്ചു. ഫാക്ടറി ആളിക്കത്തി. അതിനടുത്ത് താമസിച്ചിരുന്ന വൃദ്ധനായ മുതലാളി ഓടി വന്ന് കൂട്ടക്കരച്ചിലാണ്. ആരെങ്കിലുമൊക്കെ ഓടി വന്ന് എൻ്റെ ഫാക്ടറിയുടെ തീ അണയ്ക്കണേ എന്ന് അദ്ദേഹം ഓളിയിട്ട് കരയുന്നുണ്ട്. അഗ്നിശമന സേനക്കാരെ വിളിക്കാൻ അദ്ദേഹം എല്ലാവരോടും കെഞ്ചുന്നുണ്ട്. അതിനിടയിൽ മകൻ ഓടി വന്ന് അച്ഛനോട് പറയുന്നു, അച്ഛാ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ഫാക്ടറി മറ്റൊരാൾക്ക് വിറ്റതല്ലേ. അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ആ വൃദ്ധനായ മുതലാളിയുടെ കരച്ചിൽ ഒരു നിമിഷം കൊണ്ട് നിന്നു. അദ്ദേഹം മകന്റെ കൂടെ ശാന്തനായി വീട്ടിലേക്ക് മടങ്ങി. പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ്. നമുക്ക് സ്വന്തമല്ലാത്തതിനെ ഓർത്ത് കരയാൻ നമുക്ക് നേരമില്ല. ഇപ്പോൾ യുദ്ധങ്ങൾ നടക്കുകയാണ്. ഒത്തിരിയേറെ ആളുകൾ തെരുവിൽ മരിച്ചു വീഴുന്നു. രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്നവർ അനാഥരാകുന്നു. രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരാകുന്നു. ഭാര്യ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. വിഭാര്യനാകുന്നു, വിധവയാകുന്നു. എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് സംഭവിക്കുന്ന ദുഃഖദുരിതപൂർണമായ നിമിഷങ്ങൾ. ഒരിടത്തും മനുഷ്യന് വേദനയില്ല. കാരണം അത് എൻ്റെ ആരുമല്ല. ഇന്നോ നാളെയോ അത് എൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ള ബോധമുണ്ടെങ്കിലും അത് വരട്ടെ, അപ്പോൾ കാണാമെന്നുള്ള ഒരു ധൈര്യത്തോടെയാണ് മനുഷ്യൻ ഇന്ന് മുന്നോട്ട് പോകുന്നത്. വേറെ ഒന്നുമല്ല, അത് അല്ലെങ്കിൽ അവർ എൻ്റെ ആരുമല്ല. നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ് ഓരോ മനുഷ്യനും എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാൻ മതങ്ങളും മനുഷ്യരും ദൈവങ്ങളും ഒക്കെ നമ്മെ പഠിപ്പിച്ചതാണ്. പക്ഷേ നമുക്കതൊന്നും ഒരു വിഷയമേ അല്ല. തെരുവിൽ മരിച്ചു വീഴുന്ന ഓരോ ജീവനും എത്രമാത്രം വിലയുണ്ട്. 34 കോടി രൂപ കൊടുത്ത് ജയിലിൽ കിടന്നിരുന്ന ഒരു മനുഷ്യനെ നമ്മൾ രക്ഷിച്ചു. 16 കോടി രൂപ കൊടുത്ത് ഒരു കുഞ്ഞിന് നമ്മൾ ഒരു മരുന്ന് നമ്മൾ വാങ്ങി നൽകി. എല്ലാം ജീവന്റെ വിലയാണ്. എത്രയോ കോടി വിലയാണ് ഓരോ മനുഷ്യ ജീവനുമുള്ളത്. എന്നാൽ ഓരോ ദിവസവും മരിച്ചു വീഴുന്ന കോടിക്കണക്കിന് മനുഷ്യരായ ആളുകളുടെ വില എത്രയോ മില്യൺ കണക്കിന് കോടികളാണെന്ന് നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും അവരെയൊന്നോർത്ത് നമ്മൾ സങ്കടപ്പെടുന്നില്ല. പത്രവാർത്തകൾ വെറും വിശേഷങ്ങളാണ്. TV ചാനലുകളിൽ നമ്മൾ ഇത്തരം വാർത്തകൾ വെറുതെ മറിച്ച് പോവുകയാണ് ചെയ്യുക. പലപ്പോഴും ആരെയും കുറിച്ചോർത്ത് സങ്കടപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ കൈയൊന്ന് മുറിഞ്ഞാൽ നമുക്ക് യുദ്ധത്തിലെ രംഗങ്ങൾ വേദനാജനകമാകുന്നത് പോലെ നമ്മുടെ ജീവിതം വേദനാജനകമാണ്. നമ്മുടെ മക്കളൊന്ന് സൈക്കിളിൽ നിന്ന് വീണാൽ തോക്കിൻ മുൻപിൽ പിടഞ്ഞു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും രോദനം നമുക്ക് ഭീകരമാകുന്നത് പോലെ കുഞ്ഞിൻ്റെ കരച്ചിൽ അത്രയും ഭീകരമാണ്. അതായത് സ്വന്തമല്ലാത്തിടത്ത് നമുക്ക് ഒരു വിലയും വേദനയുമില്ല. പലപ്പോഴും നമുക്ക് സ്വന്തമല്ലാത്തത് കൊണ്ട് തന്നെ വേദന ഒന്നുമല്ലാതായി തീരുന്നത് പോലെ നമുക്ക് ഇനിയും നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ് മരിച്ചു വീഴുന്നത് എന്ന ബോധത്തോടു കൂടി മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഒരു വിരലെങ്കിലും ഇണക്കുകയുള്ളൂ. ഒന്ന് കൈകൾ കൂപ്പിപ്പിടിച്ച് ദൈവത്തിന് മുൻപിൽ നമ്മൾ സമാധാനത്തിന് വേണ്ടി യാചിക്കുകയുള്ളൂ. ഭരണാധികാരിമാർക്ക് വിവേകമുണ്ടാകാൻ, സാഹോദര്യമുണ്ടാകാൻ, ഒരുമയുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ലോകത്ത് വെറുപ്പോ പ്രതികാരമോ അല്ല വേണ്ടത്, മറിച്ച് സമാധാനവും സാഹോദര്യവുമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗതുല്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും സഹോദരങ്ങളാണ്, എല്ലാവരും സ്നേഹത്തിൽ ജീവിക്കേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടി സമാധാനത്തിന് വേണ്ടി യുദ്ധങ്ങളില്ലാതെ സ്നേഹത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി. ഓക്കെ അല്ലേ?